മലയരയ സമൂഹം അവർ തങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരമടക്കം പിടിച്ചെടുത്തതെന്നുള്ളത് കാലാകാലങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവർ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചത് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തിന്റെ നടത്തിപ്പും കാര്യങ്ങളുമെല്ലാം ചെയ്യേണ്ട ആളുകളിൽ നിന്ന് പിടിച്ചു വെച്ചാണല്ലോ ഇതൊക്കെ ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കും നടത്തിപ്പുകാരിലേക്കും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരടക്കം പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും സത്യസന്ധമായി ഈ വിഷയത്തിൽ ഇടപെടണം. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറും ഒരു അവസരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബരിമല ഒരു ടൂൾ കിറ്റാണ് എന്നേ ജനം വിലയിരുത്തിയുള്ളൂ എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ തന്ന ഡോക്യുമെന്റിൽ ചെമ്പാണ്, പക്ഷേ ചെമ്പാക്കി മാറ്റിയതാണോ യഥാർത്ഥത്തിൽ ചെമ്പായിരുന്നോ എന്നതിൽ ഇതുവരെയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം വിജയമല്യ നൽകിയത് സ്വർണ്ണമാണ് എങ്കിൽ 2019 പ്ലേറ്റിങ്ങിന് എങ്ങനെ ചെമ്പ് പാളി കൊടുക്കാൻ കഴിയും? അതിന് ഇതുവരെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ആർക്കും ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദേവസ്വം വിജിലൻസ് ഇല്ലായിരുന്നു. ഈ പാളികൾ അഴിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് അവിടെ വേണം. ദേവസ്വം വിജിലൻസിന്റെ അസാന്നിധ്യത്തിലാണ് 2019 ഈ പാളികൾ അഴിച്ചത്. ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ടീമിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ദേവസ്വത്തിന്റെ പ്രതിനിധി ഇല്ലാതെ സ്പോൺസറുടെ കൈവശം കൊടുത്തുവിട്ടു. ഈ 39 ദിവസം പോയി എന്നൊക്കെ പറയുമ്പോൾ ഇത് പുറത്തേക്ക് എടുക്കുന്നത് തന്നെ തെറ്റ്. അഥവാ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടെ വേണം. ആരുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ വിട്ടതാരാണ്? അതിനൊന്നുമുള്ള കൃത്യമായ മറുപടി ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. മാത്രമല്ല, തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളികളാണ്, അതിൽ സ്വർണം പൂശുക മാത്രമാണ് ചെയ്തതെന്ന് സ്ഥാപനം വിശദീകരിച്ചത് നമ്മൾ ഇവിടെ നോക്കിയതാണ്.